ഹലോ, അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ തോരനാണ്. അപ്പോൾ നമ്മൾ നോർമലി ചിക്കൻ്റെ പല വെറൈറ്റീസ് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചിക്കൻ തോരൻ ഇതുവരെ ട്രൈ ചെയ്തതിൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഇട്ടിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചതച്ചിടുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചി ഒന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞു ചോപ്സ് ആയിട്ട് കട്ട് ചെയ്തിടാം, അല്ലാന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചതച്ചിടാം. അതിനുശേഷം നല്ല കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട്, എത്ര ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാമോ അത്രയും ടേസ്റ്റ് എൻഹാൻസ് ചെയ്യത്തേ ഉള്ളൂ. അപ്പം ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തന്നെ നമുക്ക് ചെറിയുള്ളി എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് സവാളയും കൂടെ ആഡ് ചെയ്ത് ഉപ്പും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോൾ ഉപ്പിട്ടാലും അതേപോലെ ഒരു ചെറിയ ക്വാണ്ടിറ്റി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, അത് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, അതുപോലെ 2 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇത് ഞാൻ കശ്മീരിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്യാം, 1 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക, അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ആ മസാല ആ ചിക്കനിനകത്തോട്ട് ഒന്ന് പിടിക്കുന്നിടം വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു എല്ലാം ഒന്ന് മിക്സായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഇടയ്ക്ക് നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അത് അതിൽ തന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി നന്നായിട്ട് അത് വേവുന്നുണ്ട്. അപ്പൊ അത് നന്നായിട്ട് ചിക്കൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വെന്ത് വരണം. അതിനുശേഷം നമ്മൾ ഒരു തേങ്ങ എടുക്കുക, ഒരു കപ്പ് തേങ്ങ എടുക്കാം. അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ജീരകം ഒക്കെ എടുത്തിട്ട് തോരനരയ്ക്കുന്ന അരപ്പാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചിക്കനകത്തോട്ട് ആഡ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് പ്രോപ്പറായിട്ടൊന്ന് ഇടിച്ചെടുക്കുക ഇൻ സെൻസ് നന്നായിട്ടൊന്ന് ചതച്ചായി എടുക്കുക. അപ്പോൾ ഇത് എന്തിന്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയാണ്, ചോറിന്റെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ ഇടിയപ്പത്തിന്റെ കൂടെ ആണെങ്കിലും അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.